ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇന്ത്യയെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു ദിവസമാണ് കടന്നു പോയിരിക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഡോമിനൻസ് എല്ലാം തന്നെ ഈ ദിവസം നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇന്ത്യക്ക് എടുത്തു പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നത് നമ്മുടെ ഋഷഭ് പന്തിൻ്റെ ഒരു ഹീറോയിക് ആയിട്ടുള്ള കംബാക്ക് മാത്രമാണ്. അതായത് തൻ്റെ ആ ഒരു ടൂവിനുണ്ടായ ആ ഒരു കാലിനുണ്ടായ ഒരു ഫ്രാക്ചർ വകവയ്ക്കാതെ ഇന്ത്യൻ ടീമിന് വേണ്ടി വീണ്ടും ഋഷഭ് പന്ത് ബാറ്റിങ്ങിന് ഇറങ്ങുകയും തൻ്റെ ഒരു അർദ്ധ സെഞ്ചുറി തികയ്ക്കുകയും ചെയ്തു. അത് മാത്രമാണ് ഇന്ത്യക്ക് രണ്ടാം ദിവസം എടുത്തു കാണിക്കാനുള്ളത്. പിന്നെ പന്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി വീണ്ടും ബാറ്റിങ്ങിന് ഇറങ്ങിയെങ്കിലും ആ ഒരു ഇഞ്ചുറി ഉണ്ട് കാലിൽ. പുള്ളിക്ക് നമ്മൾക്ക് നടന്നു വരുമ്പോൾ തന്നെ അറിയാം, മുടന്നിയാണ് ക്രീസിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇഞ്ചുറി അഗ്രവേറ്റ് ചെയ്യുമോ? അപ്പോൾ അങ്ങനെ ഒരു ഇഞ്ചുറി വെച്ചിട്ട് വീണ്ടും കളിക്കാൻ ഇറങ്ങുമ്പോൾ ആ ഒരു ഇഞ്ചുറി അഗ്രവേറ്റ് ചെയ്യുമോ, അത് പിന്നെ കുറച്ചുകൂടി വഷളാവുമോ എന്നുള്ള ചിന്തകളൊക്കെ ആ സമയം എൻ്റെ മനസ്സിൽ കൂടെ പോയി. എങ്കിലും തീർച്ചയായിട്ടും ഒരു കമൻറ്റബിൾ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും എളുപ്പമല്ല. കാരണം കഴിഞ്ഞ ദിവസം നടക്കാൻ പോലും വയ്യാതെ ക്രീസ് വിട്ട പ്ലെയർ ആണ് തൊട്ടടുത്ത ദിവസം വീണ്ടും ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത്. അപ്പോൾ ആ ഒരു ഹീറോയിക് ആയിട്ടുള്ള കംബാക്ക്, അതുപോലെ ആ ഒരു 50, ഇത് മാത്രമാണ് ഇന്ത്യക്ക് ഇന്നത്തെ ദിവസം കുറച്ചെങ്കിലും എടുത്ത് കാണിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അപ്പോൾ ഓൾറെഡി ഇന്ത്യ 264-4 എന്ന സ്കോറിലാണെങ്കിലും എഫക്റ്റീവ്ലി 5 വിക്കറ്റ് പോയി. അതായത് പന്ത് ഇനിയും തിരിച്ചു വരുമോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ ഇന്ത്യയുടെ വാലറ്റം എങ്ങനെയായിരിക്കും, ആ ഒരു ഇന്നിങ്സിൽ മുന്നോട്ട് പോവുക, അതനുസരിച്ചിരിക്കും ഇന്ത്യയുടെ ആ ഒരു സ്റ്റാൻസ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയുടെ ആ ഒരു നില എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജഡേജയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ 4 ഇന്നിങ്സുകളിൽ 50 നേടി ജഡേജയ്ക്ക് ഈ ഒരു ഇന്നിങ്സിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഇന്നിങ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഷർദുൽ താക്കൂർ 41 റൺസ്, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള നോക്കാണ്. പിന്നീട് വാഷിംഗ്ടൺ സുന്ദർ 28 റൺസ്. പിന്നീട് അൻഷുൽ കമ്പോജിനായാലും ബുംറയ്ക്കായാലും കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും അവർ 358 എന്നുള്ളൊരു സ്കോറിൽ ഒതുങ്ങി. ഒരു പക്ഷേ നമ്മുടെ പന്തിന് ഇഞ്ചുറി വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു 400 എങ്കിലും എത്തുമായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ കാര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമായിട്ട് വന്നില്ല. ബോളിങ്ങിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെൻ സ്റ്റോക്സ് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിലായാലും ഇപ്പോൾ ഈ മത്സരത്തിലായാലും ബോളിങ്ങിൽ മുന്നിൽ നിന്ന് നയിച്ചത് സ്റ്റോക്സ് തന്നെയാണ്. സ്റ്റോക്സ് 5 വിക്കറ്റ് ഇട്ടു. അതായത് 8 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റോക്സിന് വീണ്ടും ഒരു 5 കിട്ടുന്നത്. അപ്പോൾ സ്റ്റോക്സ് മുന്നിൽ നിന്ന് നയിച്ചു. പിന്നെ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ച സമയത്ത് ഇത് നല്ലൊരു ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ ആയിരിക്കാം എന്നാണ് വിലയിരുത്തപ്പെട്ടത്. കാരണം ഇപ്പോൾ ഒരു ഫസ്റ്റ് സെഷനിലൊക്കെ ഇംഗ്ലണ്ട് ബോളേഴ്സിന് അത്യാവശ്യം നല്ല ഹെൽപ്പ് പിച്ചിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യൻ ടീം ബോളിങ്ങിന് വന്നതോടെ കഥ ആകെ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ തുടക്കം സാക് റൗളി സ്ട്രഗിൾ ചെയ്തു. അതായത് നമ്മുടെ ബെൻഡക്കറ്റ് ആണ് തുടക്കം ആക്രമിച്ച് കളിച്ചത്. സാക് റൗളി ആദ്യത്തെ ഒരു റൺ എടുക്കാൻ തന്നെ കുറച്ച് പന്തുകൾ നേരിട്ടു. എന്നാൽ പിന്നീട് സാക് റൗളിയും അറ്റാക്കിങ്ങിലോട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ അൻഷുൽ കമ്പോജിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം സാക് റൗളിയെ കുറച്ച് ബുദ്ധിമുട്ടിച്ചു. അതുപോലെ തന്നെ കുറച്ച് ഇൻസൈഡ് എഡ്ജുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ബെൻഡക്കറ്റിനെ കൂടാതെ സാക് റൗളിയും ഹൃദയത്തിലേക്ക് എത്തിയതോടെ ഒരു ഏകദിന ശൈലിയിൽ തന്നെ, അവരുടെ ഒരു ബാസ്ബോൾ ശൈലിയിൽ തന്നെ ഇംഗ്ലണ്ട് ബാറ്റ് വീശി. അപ്പോൾ അറിയാലോ, അപ്പോൾ ഇംഗ്ലണ്ട് ആ ഒരു രീതിയിൽ വിക്കറ്റ് പോകാതെ ബാറ്റ് വീശാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു സ്കോർ പെട്ടെന്ന് ഈറ്റപ്പ് ചെയ്യും. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്കോറിന്റെ ഓൾമോസ്റ്റ് പകുതി ആ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പിൽ തന്നെ അടിച്ചെടുക്കാനായിട്ട് ഇംഗ്ലണ്ടിനായി. 166 റൺസിന്റെ ഒരു ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് വന്നത്. അതിൽ തന്നെ സാക് റൗളി 84 റൺസ് എടുത്തു. ഇപ്പോൾ ജഡേജയ്ക്കാണ് ക്രൗളിയുടെ വിക്കറ്റ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ബെൻഡക്കറ്റിന് 6 റൺസ് അകലെ അർഹിച്ചിരുന്ന ഒരു സെഞ്ചുറി നഷ്ടമായി. അവിടെ അൻഷുൽ കമ്പോജിന് തന്റെ കരിയറിലെ ആദ്യത്തെ ടെസ്റ്റ് വിക്കറ്റ് കിട്ടുകയും ചെയ്തു. പിന്നീട് ഇപ്പോൾ അടുത്തടുത്ത് 2 വിക്കറ്റ് വന്നപ്പോൾ, അതായത് രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്ക് തീർത്തും മോശമായിരുന്നു. കാരണം ഇന്ത്യ ഓൾ ഔട്ടായി. പിന്നീട് അവരാണെങ്കിൽ അടിച്ച് കയറി വരുന്നു. അതുപോലെ പിന്നീട് ആ ഒരു ബ്രേക്ക് ത്രൂ ഒന്നും കിട്ടിയില്ല ഇന്ത്യക്ക്. എന്നാൽ മൂന്നാമത്തെ ആ ഒരു സെഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തുടർച്ചയായിട്ടുള്ള 2 വിക്കറ്റുകൾ, അതായത് ആ ഒരു ഹെവി പണിഷ്മെന്റിന് ശേഷം അടുപ്പിച്ച് 2 വിക്കറ്റുകൾ കിട്ടി. എന്നാൽ പിന്നീട് ഒരു മൂന്നാമതൊരു വിക്കറ്റ് കൂടിയിട്ട്, അതായത് 2 ന്യൂ ബാറ്റേഴ്സ് ആയിരുന്നു ക്രീസിൽ. അപ്പോൾ ആ ഒരു കിട്ടിയ ഒരു ഓപ്പണിംഗ് മുതലാക്കാൻ ഇന്ത്യക്ക് ആയില്ല. അതായത് ഇംഗ്ലണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒലി പോപ്പും റൂട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഒരു 5.5 റേഞ്ചിൽ നിന്ന് റൺ റേറ്റ് കുറഞ്ഞു വന്നു. കാരണം ഒലി പോപ്പിനായാലും റൂട്ടിനായാലും നമ്മുടെ ഓപ്പണിംഗ് ബാറ്റേഴ്സ് കളിച്ച ആ ഒരു രീതിയിൽ കളിക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും അവർക്ക് വിക്കറ്റ് നഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ രണ്ടാമത്തെ ദിവസം കളി നിർത്തുമ്പോൾ 225-2 എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. ഇവിടെ 133 റൺസ് മാത്രമാണ് ട്രെയിലിംഗ് ആയിട്ടുള്ളത്. ഇപ്പം നാളെ ആണെങ്കിലും ഇംഗ്ലണ്ടിന് അവരുടെ നല്ലൊരു ബാറ്റിംഗ് ഡെപ്ത് ഉണ്ട്. അതായത് ഇപ്പോൾ ലിയാം ഡോസനോട് വന്നതോടെ അവസാനം ഇറങ്ങുന്ന ബാറ്ററും അത്യാവശ്യം, ഇനിയിപ്പോൾ ജോഫ്ര ആർച്ചർ ആയാലും, ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബ്രൈഡൻ ഗാർഡ്സ് ആയാലും, ക്രിസ് വോക്സ് ആയാലും, അതുപോലെ തന്നെ ഡോസൺ ആയാലും, എല്ലാവരും അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ്. ഇപ്പോൾ അവരുടെ ഒരു ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ 11ാമത് ഇറങ്ങുന്ന ആർച്ചറാണ്. അപ്പോൾ അതുവരെ നല്ല ബാറ്റിംഗ് ഡെപ്തുള്ള ടീമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടൊരു 8 വിക്കറ്റ് ബാക്കിയുണ്ട് അവർക്ക്. അപ്പോൾ ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയെ നാളെ ഔട്ട് ബാറ്റ് ചെയ്തിട്ട് മത്സരത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കാനായിട്ട്,
അതായത് ഈ ഒരു സീരീസ് സീൽ ചെയ്യാനായിട്ട് ഇംഗ്ലണ്ടിന് സാധിക്കും. അപ്പോൾ അതിന് തന്നെ ആയിരിക്കും അവർ ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ആ ഒരു മോർണിംഗ് സെഷനിൽ കൃത്യമായിട്ട് ഇൻട്രോഡുകൾ എടുത്ത് ആ ഒരു ഇംഗ്ലണ്ടിനെ തകർത്തില്ല, അതായത് വളരെ നല്ലൊരു കംബാക്ക് ആ ഒരു ഫസ്റ്റ് സെഷനിൽ വന്നില്ല എങ്കിൽ ഈ ഒരു ശൈലിയിൽ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു തിരിച്ചുവരവ് ദുഷ്കരമാവും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു 2 ഇന്നിങ്സുകളും ഇതേവരെ നടന്ന മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ബോളേഴ്സിന് കിട്ടിയ ആ ഒരു ഹെൽപ്പ് ഇന്ത്യൻ ബോളേഴ്സിന് കിട്ടിയില്ല. അവിടെ ആ ഒരു ന്യൂ ബോൾ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നതിന് ഇന്ത്യൻ ടീമിന് കഴിഞ്ഞില്ല. ഇപ്പം ലെങ്തിന്റെ കാര്യത്തിലായാലും ചില സമയത്ത് 2 ഫുള്ളായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ആ ഒരു ലെഗ് സൈഡിൽ ആ ഒരു പാഡിൽ പന്തെറിഞ്ഞത്, അതായത് അനായാസം ആ ഒരു ഗ്ലാൻസ് ഫ്ലിക്ക് ഒക്കെ ചെയ്തിട്ട് അവരെ എന്താണ് ലെഗ് സൈഡിൽ ഇഷ്ടം പോലെ വന്ന ആ ഒരു ലൈനിൽ വന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ബാറ്റേഴ്സിന് ഈസി പിക്കിങ്സ് ആണ്. അപ്പൊ അങ്ങനെ ലൈനിൽ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2 ഫുള്ളായിട്ട് എറിഞ്ഞു. അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്കും ഇംഗ്ലണ്ട് എക്സ്ട്രാക്ട് ചെയ്ത ആ ഒരു എന്താണ് ഹെൽപ്പ് നമുക്ക് ഇവർക്ക് കിട്ടിയില്ല, അതായത് ഇന്ത്യൻ സീമേഴ്സിന് കിട്ടിയില്ല. അതുപോലെ തന്നെ പിന്നീട് കണ്ടീഷനും കുറച്ച് ബാറ്റിങ്ങിന് അനുകൂലമായിട്ട് മാറുകയും ചെയ്തതോടുകൂടി ഇന്ത്യക്ക് തീർത്തും നിരാശ മാത്രം സമ്മാനിച്ച ഒരു ദിവസമായിട്ട് മാറി. ഇപ്പോൾ അറിയാലോ, ഇന്ത്യ 2-1 ഈ സീരീസിൽ പിന്നിലാണ്. ഈ ഒരു മത്സരം ജയിച്ചാൽ മാത്രമേ ഒരു 2-2 എന്ന നിലയിൽ എത്തിയിട്ട് ഒരു 5ാമത്തെ മത്സരത്തിൽ സീരീസിന് വേണ്ടി അവർക്ക് ശ്രമിക്കാൻ കഴിയുള്ളൂ. ഇവിടെ നമ്മൾ ഈ ഒരു സീരീസ് മൊത്തം നോക്കിയാൽ ഇന്ത്യ തോറ്റ 2 മത്സരങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾ നടന്ന മത്സരമാണ്. എന്നാൽ ഈ ഒരു മത്സരം ഏകപക്ഷീയമായി മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നാളത്തെ മോർണിംഗ് സെഷൻ, അതുപോലെ നാളത്തെ ആദ്യ 2 സെഷൻ ആയിരിക്കും. അതായത് ഇനിയിപ്പോൾ ഇൻ കേസ് ഇംഗ്ലണ്ട് ലീഡ് എടുത്താലും ഒരു വലിയ ലീഡ് വഴങ്ങാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ത്യക്ക് മുന്നുള്ള വഴി. ഇനി ആ ഒരു വലിയ ലീഡ് വഴങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കണം, ഋഷഭ് പന്തും ഇല്ല, ഋഷഭ് പന്തിനാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല. ഋഷഭ് പന്ത് ബാറ്റ് ചെയ്താലും ഒരു ഫ്രാക്ചർ ഉള്ളത് കൊണ്ട് തന്നെ പന്തിന്റെ ഒരു എഫക്റ്റീവ്നെസ് കിട്ടില്ല. അപ്പം എഫക്റ്റീവ്ലി നമ്മുടെ വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്റേഴ്സ് ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയ ലീഡ് ഇംഗ്ലണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ പിന്നീട് ഓവർകം ചെയ്ത് വലിയൊരു ലീഡ് പടുത്തുയർത്തിയിട്ട് ഇംഗ്ലണ്ടിനെ ഇംഗ്ലണ്ടിന് തടയിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നാളത്തെ 2 സെഷൻ ആയിരിക്കും ഈ മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.